നഗരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചേരി. അവിടെ നിന്നാകട്ടെ ഒരുപാട് കുട്ടികളെ കാണാതാകുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് കേസുമായി ചെന്നാൽ പോലും എഫ്ഐആർ ഇടാൻ താല്പര്യമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരും സംഘവും. അനാസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ അനാസ്ഥയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ വേറെ കണ്ടിട്ടുണ്ടാവില്ല. അതേസമയം തന്നെ ചേരിക്ക് സമീപത്തായിട്ട് ഒരു കോടീശ്വരന്റെ വീട്. ആ വീട്ടിൽ താമസിക്കുന്നതാകട്ടെ അവിടുത്തെ ജോലിക്കാരനും. അയാളാകട്ടെ ഒരു ഗംഭീര സൈക്കോയും. പറഞ്ഞു വരുമ്പോൾ തന്നെ ഏകദേശം കാര്യം മനസ്സിലാവും. എന്നാൽ ഇതല്ല കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് എന്നുള്ളതാണ് അതിനേക്കാൾ വലിയൊരു സംഭവം. ട്വിസ്റ്റൊക്കെ സിനിമയിൽ ആദ്യം തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് നടക്കുന്ന ചില സംഭവങ്ങളും സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം സൈക്കോ ആണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അയാളുടെ ഒരു പെർഫോമൻസ് വൈസ് നോക്കിയാൽ തന്നെ ഗംഭീരമാണ്. ദയവേത് കുട്ടികൾ തൊട്ടടുത്തുണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൂടെ പറയട്ടെ. കാരണം ഈ സിനിമയിലെ അത്യാവശ്യം ഡയലോഗുകൾ കൊണ്ടുപോലും ഗംഭീര വയലൻസ് ആണ് അവർ പറയുന്നത്, കാണിക്കുന്നതും അതുപോലത്തുള്ള വിഷ്വൽസും ഒക്കെയാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഗംഭീര സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി തന്നെയാണ് സെക്ടർ 36. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്.